ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും രുചികരമായ രീതിയിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അതിനായി 1/2 ലിറ്റർ പാല്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, കൂടാതെ നമുക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് കൂടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ 1/2 ലിറ്റർ പാല് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, പാല് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. വെള്ളമൊക്കെ ആഡ് ചെയ്താൽ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തില്ല. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതിയാവും. നമ്മൾ 1/2 ലിറ്റർ പാലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. നന്നായിട്ട് കോൺഫ്ലവർ ഇട്ട ശേഷം പാലും കോൺഫ്ലവർ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തീയ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാവുള്ളൂ. കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇടുക തീയ്. അതിലേക്ക് നമുക്ക് 3 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നവരുമുണ്ട്. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ മിൽക്കിൻ്റെ മിശ്രിതം ചേർക്കാവുന്നതാണ്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വാനിലയുടെ ടേസ്റ്റാണ് വേണമെങ്കിൽ വാനിലയുടെ സിറപ്പുണ്ട്, അത് 2-3 ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ മിഠായിയാണ്, അതൊരെണ്ണം ഇട്ടു. അതിലേക്ക് 10 രൂപയുടെ 2 പാൽപ്പൊടിയുണ്ട് അമൂല്യയുടെ, അത് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് 1/2 ലിറ്റർ പാലിന് 2 പാൽപ്പൊടി 10 രൂപയുടേത് വെച്ച് അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ അത് ആഡ് ചെയ്ത് വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്കതിനെ സെർവ് ചെയ്ത ശേഷം നന്നായിട്ട് കട്ടയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു 30 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഒരു കിടു ടേസ്റ്റിൽ നമുക്ക് ഐസ്ക്രീം റെഡിയായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്